പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൈദ്യുതി ചാർജ് വർധനയിൽ സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധം. KCB മലപ്പുറം വെന്നിയൂർ ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ. ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രവർത്തകർ തടഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതൊരു ഇന്നത്തെ ഒരു സമരം കൊണ്ട് അവസാനിക്കില്ല. ഈ വർദ്ധിപ്പിച്ച ചാർജ് കുറയ്ക്കുന്നത് വരെ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി യൂത്ത് ലീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗ് സിന്ദാബാദ് പിൻവലിക്കുക വൈദ്യുതി ചാർജ് പിൻവലിക്കുക കള്ളം പറഞ്ഞ് നടക്കുന്ന മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഇന്ന് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരമാണ് പന്തം കൊളുത്തി പ്രകടനം. അതിനു മുൻപ് തന്നെ ലീഗിന്റെ പ്രതിഷേധമാണ് ആദ്യം നമ്മൾ തെരുവിൽ കണ്ടത്. ഇപ്പോൾ ഈ ലീഗ് പ്രവർത്തകരൊക്കെ ഈ ഓഫീസ് ഉപരോധിച്ച് മടങ്ങിപ്പോയോ? അരുൺകുമാർ അല്പസമയം മുമ്പാണ് മലപ്പുറത്തെ 2 ഡിവിഷൻ ഓഫീസുകൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. KCB തിരൂർ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ച. പതാക ഏന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തിരൂരങ്ങാടി KCB ഓഫീസിനുള്ളിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഈ ഒരു ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നത്. തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ യൂത്ത് ലീഗ് നേതാക്കൾ തന്നെ അറിയിച്ചിരുന്നു ഓഫീസിലെ ഉദ്യോഗസ്ഥരൊന്നും തന്നെ അതിനുള്ളിലേക്ക് കടത്തിവിടാൻ അനുവദിക്കില്ല എന്നുള്ളത്. ഈ ഒരു സമരത്തിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമം പോലീസ് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുവരിക്കുന്നത്. മലപ്പുറത്തെ 2 ഡിവിഷൻ ഓഫീസുകൾ, മലപ്പുറം KCB ഡിവിഷൻ ഓഫീസും അതുപോലെ തന്നെ തിരൂരങ്ങാടി വെന്നിയൂരിലെ ഡിവിഷൻ ഓഫീസുമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ മലപ്പുറത്ത് മാത്രമാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വരും ദിവസങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് ലീഗ് ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. വെന്നിയൂരിൽ കാര്യങ്ങൾ സംഘർഷഭരിതമാണ്. പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള ഒരു പോലീസ് സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. 5-ൽ താഴെ പോലീസുകാർ മാത്രമാണുള്ളത്. 30-ൽ മുകളിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ട്. ഇതിനുള്ളിലേക്ക് ഇരച്ചു കയറിയാൽ പോലീസിന് അത് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതാകയൊക്കെ എത്തിക്കൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാനുള്ള സമയം യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 5ാം തവണയാണ് വൈദ്യുതി നിരക്ക് വർധനവുണ്ടാകുന്നത്. നമുക്കറിയാം, ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടും സർക്കാരിന്റെ ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകാത്ത പക്ഷം സമാനമായ രീതിയിലുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് ലീഗ് അറിയിക്കുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ജില്ലാ നേതാവ് ഷെരീഫ് കുറ്റൂർ, അതുപോലെ തന്നെ തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് റസാഖ് അടക്കമുള്ള നേതാക്കൾ പോലീസുമായി വാക്കുതർക്കമുണ്ട്, ഉന്തും തള്ളുമുണ്ട്. അതിനകത്തേക്ക് കയറ്റിവിടണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതിന് പോലീസ് അതിന് അനുവദിക്കുന്നില്ല. ഷെരീഫ് കുറ്റൂരിനെ ഇപ്പോൾ പുറത്തേക്ക് പിടിച്ച് തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ സംഘർഷഭരിതം തന്നെയാണ് വെന്നിയൂരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പടികൾ കടന്ന് അതിനു മുകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ പ്രവർത്തനം ഇന്ന് ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷം സംസ്ഥാന സർക്കാരിന്റെ നടപടി ജനങ്ങൾക്ക് എത്രത്തോളം ജനദ്രോഹപരമായ നടപടിയായിട്ടും സർക്കാർ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. കാരണം ഇത്രയധികം വില വർധന മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളെ ആ രീതിയിൽ തന്നെ ബാധിക്കുന്ന വൈദ്യുതി നിരക്ക് ഈ വിധത്തിൽ വർദ്ധിപ്പിച്ചതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറത്തെ 2 സെഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ശരിക്കും 2 ഡിവിഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ യൂത്ത് ലീഗ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെന്നിയൂരിലാണ് ആദ്യത്തെ പരിപാടി ഇവർ പ്രഖ്യാപിച്ചത്. സമാനമായ രീതിയിൽ ഇവിടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇതിനുള്ളിലേക്ക് കടത്തിവിടില്ല എന്നൊരു പ്രഖ്യാപനം യൂത്ത് ലീഗ് നേതാക്കൾ നടത്തിയിരുന്നു. ജീവനക്കാർ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന സമയത്ത് അവരെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറകിലൂടെ ഉദ്യോഗസ്ഥന്മാരെ കയറ്റി വിട്ടതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചത് മാന്യമായ രീതിയിൽ സമരം നമ്മൾ ഇതിനകം ഇവിടെ ഇരുന്നിട്ടുള്ളൂ, അകത്തേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുഞ്ഞേർക്കാരെ ക്ഷണിക്കുന്നു. കണ്ടിന്യൂ പ്രിയപ്പെട്ടവരെ, ഈ സമരം അരുൺകുമാർ തന്നെയാണ്. സമരം നടക്കുന്നതിനിടയിൽ ജീവനക്കാരെ ഇതിനുള്ളിലേക്ക് കയറ്റിവിടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനിടയിൽ ഓഫീസിന് പിറകുവശത്തോടുകൂടി ജീവനക്കാരെ കയറ്റിവിട്ടു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തിയത്. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നിപ്പോൾ കണ്ടത് KCBയുടെ
മലപ്പുറം വെന്നൂർ ഡിവിഷന്റെ ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. നമുക്കൊപ്പം ചേർന്നത് മുബഷിർ പി അക്ബറാണ് ദൃശ്യങ്ങളും റിപ്പോർട്ടുമായി.